രുചിയിൽ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു ഐറ്റമാണ് കേട്ടോ ഇന്ന് ഷെയർ ചെയ്യുന്നത്. എല്ലാത്തിൻ്റെ കൂടെയും നല്ലൊരു കോമ്പിനേഷനാണ്. ചപ്പാത്തിയോ പൊറോട്ടയോ ഒക്കെ ഇതിൻ്റെ കൂടെ കഴിക്കാം കേട്ടോ. റൊട്ടി, നാൻ അങ്ങനെയുള്ളതൊക്കെ കഴിക്കാം. അപ്പോൾ ആദ്യം തന്നെ ബോൺലെസ് ചിക്കനാണ് നമുക്ക് വേണ്ടത്. ബോൺലെസ് ചിക്കനിലേക്ക് 300 ഗ്രാമാണ് കേട്ടോ ഞാൻ ചിക്കൻ എടുത്തിട്ടുള്ളത്. അതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പാകത്തിനുള്ള ഉപ്പും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ ഒരു 1/2 ടീസ്പൂൺ പെരിഞ്ജീരകത്തിൻ്റെ പൊടിയും ഇനി ഒരു 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. സാധാരണ മുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ എരിവിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലയും ഒരു 2 ടേബിൾ സ്പൂൺ തൈരും കൂടെ ചേർത്ത് കൊടുക്കാം. നല്ല പുളിയുള്ള തൈരൊക്കെ ആണെന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ പുളിയില്ലാത്ത കട്ട തൈരാണ് എടുത്തിട്ടുള്ളത്, അതുകൊണ്ട് ഒരു 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ നന്നായിട്ടൊന്ന് മസാലയൊക്കെ ഒന്ന് കുഴച്ചെടുത്തതിന് ശേഷം നമുക്കിതൊരു 15 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ഇപ്പോൾ നമ്മുടെ ചിക്കനെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് ഒരു 15 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. 15 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഇതാ ഒരു പാൻ സ്റ്റൗവിൽ വെച്ച് കൊടുക്കുക. അതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഏതെങ്കിലും ഫ്ലേവർ ഇല്ലാത്ത ഓയിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. വെളിച്ചെണ്ണ ഉപയോഗിക്കരുത് ഈ ഒരു റെസിപ്പിയിലേക്ക്. അപ്പോൾ ഇതൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമ്മൾ മസാല തേച്ച് വെച്ചിട്ടുള്ള ഒരു ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് എല്ലാം ഇതുപോലെ ഒന്ന് നിരത്തി ഇട്ട് കൊടുത്തതിന് ശേഷം തീ കുറച്ച് വെച്ചിട്ട് അടച്ച് വെച്ചിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് കുക്കാവാനുള്ള വെള്ളമൊക്കെ ചിക്കനിൽ നിന്ന് തന്നെ ഇറങ്ങി വരും. അപ്പോൾ ഇടയ്ക്കൊന്ന് തുറന്നിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം വീണ്ടും അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. കുക്കായി കഴിഞ്ഞാൽ പിന്നെ തുറന്ന് വെച്ചിട്ട് ഇതൊന്ന് നമുക്കൊന്ന് ഡ്രൈ ആക്കി എടുക്കണം കേട്ടോ. ചെറുതായിട്ടൊന്ന് മൊരിയുന്ന ആ ഒരു രീതിയിലേക്ക് ആക്കിയെടുക്കണം. അപ്പോൾ ഇതുപോലെ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്ത് ഈ ഒരു രീതിക്കൊന്ന് ആക്കിയെടുത്താൽ മതി. ഈ ഒരു സമയം നമുക്കിതാ വേറൊരു പാൻ സ്റ്റൗവിൽ വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ബട്ടർ ഒന്ന് ചൂടായി മെൽറ്റായി വന്നതിന് ശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഫുള്ളായിട്ട് മൈദയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു മൈദ ഒന്ന് മൂത്ത് കഴിഞ്ഞാൽ ഇതിലേക്ക് നമുക്ക് 1 കപ്പ് പാൽ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. പാൽ ഒഴിച്ച് കൊടുക്കുമ്പോൾ തീ കുറച്ച് വെക്കാം കേട്ടോ. തീ കുറച്ച് വെച്ചിട്ട് ഒഴിച്ച് കട്ടകളൊക്കെ പെട്ടെന്ന് തന്നെ ഉടച്ചെടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു മിക്സ് ചെയ്തെടുക്കുന്ന സമയം നമുക്ക് വേണമെങ്കിൽ ഫ്ലെയിം ഓഫാക്കി വെക്കാം. അല്ലെങ്കിൽ പാലൊക്കെ പെട്ടെന്ന് വറ്റിയിട്ട് ഇത് പെട്ടെന്ന് തിക്കായിട്ട് വരും കേട്ടോ. അപ്പോൾ അങ്ങനെ തിക്കാവാതിരിക്കാൻ നമുക്ക് ഫ്ലെയിം ഓഫാക്കിയിട്ട് കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ ഉടച്ച് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുത്തതിന് ശേഷം ഒന്ന് ചൂടാക്കി എടുത്താൽ മതി കേട്ടോ ഇത്. അപ്പോൾ അതുപോലെ ഒന്ന് മിക്സായി വന്നതിന് ശേഷം പിന്നെ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണ് ചില്ലി ഫ്ലേക്സും പിന്നെ ഒരു 1/4 ടീസ്പൂണ് കുരുമുളക് പൊടിയും പിന്നെ 1/2 ടീസ്പൂൺ ഒറിഗാനോയും പിന്നെ ഒരു 1/2 ടീസ്പൂണ് നമ്മുടെ കസൂരി മേത്തി ഉണ്ടല്ലോ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ ഇതാ നമ്മുടെ അടിപൊളിയായിട്ടുള്ള വൈറ്റ് സോസ് റെഡിയായി. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ ഉപ്പുള്ള ബട്ടർ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി നമ്മളിതാ ഈ ഒരു റെഡിയായി വന്നിട്ടുള്ള ചിക്കൻ്റെ മുകളിലേക്ക് ഇതുപോലെ അങ്ങ് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഇതിൻ്റെ മുകളിൽ നമുക്ക് ആവശ്യത്തിന് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് മൊസറല്ല ചീസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് മല്ലിയില അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം തീ കുറച്ച് വെച്ചിട്ട് അടച്ചു വെക്കുക. ഒരു 5 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കുക കേട്ടോ. അത് ആ ഒരു ചീസൊക്കെ ഒന്നങ്ങ് നന്നായിട്ട് മെൽറ്റായി കഴിഞ്ഞാൽ ഇത് റെഡിയായി. അപ്പോൾ അത് ഇത്രയുള്ളൂ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ടർക്കിഷ് ചിക്കൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഫേസ്ബുക്കിലാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കല്ലേ. അപ്പോൾ ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്